ഹായ് ഫ്രണ്ട്സ്, മിയാൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളടങ്ങുന്ന ഒരു വീഡിയോ ആണ് നോക്കുന്നത്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് P.N. പണിക്കർ. കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതൽ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 2017 മുതൽ. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്? O. ചന്തുമേനോൻ. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ സർദാർ K.M. പണിക്കർ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ കുട്ടിക്കൃഷ്ണമാരാർ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാര്? M. മുകുന്ദൻ. വിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? വൈക്കം മുഹമ്മദ് ബഷീർ. കേരളവ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത? ബാലാമണിയമ്മ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചലച്ചിത്രം. കേരളത്തിൽ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത്? പണ്ഡിറ്റ് കറുപ്പൻ. ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചതാര്? V.T. ഭട്ടതിരിപ്പാട്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 25. P.N. പണിക്കരുടെ മുഴുവൻ പേര് എന്തായിരുന്നു? പുതുവായിൽ നാരായണ പണിക്കർ. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ? M.T. വാസുദേവൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവാര്? പാറമേക്കൽ തോമ കത്തനാർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? V.V. അയ്യപ്പൻ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവിയാര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആര്? ശാന്തി പ്രസാദ് ജെയിൻ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ? അടൂർ ഗോപാലകൃഷ്ണൻ. രാത്രിമഴ എന്ന കവിത രചിച്ചതാര്? സുഗതകുമാരി. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചതാരാണ്? മാക്സിം ഗോർക്കി. സൂര്യ നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഇന്ദുലേഖ. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഓഗസ്റ്റ് 12. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? പാർലമെൻറ്റ് ലൈബ്രറി. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം? പുറക്കാട്. ആരാച്ചാർ എന്ന നോവൽ രചിച്ചതാര്? K.R. മീര. കോട്ടക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? അബ്ദുൽ കലാം ആസാദ്.
നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? PC ഗോപാലൻ. ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേര്? നഷ്ടബോധങ്ങളില്ലാതെ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? MK മേനോൻ. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. കുമാരനാശാൻ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ? മിതവാദി. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകദർപ്പണം എന്ന കൃതി രചിച്ചതാര്? NN പിള്ള. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ കർത്താവ്? ലിയോ ടോൾസ്റ്റോയ്. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ONV കുറുപ്പ്. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്ത്? നാഷണൽ ബുക്ക് സ്റ്റാൾ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയതാര്? ചങ്ങമ്പുഴ. നീർമാതളം പൂത്തകാലം എന്ന കൃതി രചിച്ചതാര്? മാധവിക്കുട്ടി. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ്? M മുകുന്ദൻ. നിളയുടെ കവി എന്നറിയപ്പെടുന്നതാര്? P കുഞ്ഞിരാമൻ നായർ. തോപ്പിൽ വാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഭാസ്കരൻ പിള്ള. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? C ഗോവിന്ദ പിഷാരടി. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ്? MT വാസുദേവൻ നായർ. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ? തമിഴ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ ആരുടേതാണ് ഈ വരികൾ? കുമാരനാശാൻ. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? SR രംഗനാഥൻ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത്? വായന. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന ബുക്ക് അറിയപ്പെടുന്ന പേര്? റെഡ് ബുക്ക്. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല.